നമസ്കാരം. സുവാണി ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ആത്മീയതയുടെ വിവിധ വശങ്ങളെക്കുറിച്ചാണ് നാം ഈ ചാനലിൽ ചർച്ച ചെയ്യുന്നത്. അത് ഡെപ്തിലേക്ക് ചർച്ച ചെയ്ത് പോകും. എന്തിനാണ് ആത്മീയതയുടെ ഘടകങ്ങൾ, അല്ലെങ്കിൽ ആത്മീയത എന്തിനാണ്, എന്താണ് ആത്മീയത? ലളിതമായി പറഞ്ഞാൽ, വളരെ ലളിതമായി ആത്മീയത എന്താണെന്ന് പറഞ്ഞാൽ, മനുഷ്യനെ അയാൾ ആരാണ്, അയാളുടെ ജീവിത ലക്ഷ്യം എന്താണ്, പരമമായി പ്രപഞ്ചത്തിലുള്ള സത്യം എന്താണ് എന്ന് അന്വേഷിക്കുവാനുള്ള ഒരു ടൂളും മെത്തേഡും മാർഗവും വഴിയുമാണ് ആത്മീയത. സത്യം എന്ന് പറഞ്ഞാൽ ഭൗതികമായ വിഷയങ്ങളിൽ കാണുന്ന സത്യത്തിനപ്പുറം ആന്തരികമായിട്ടുള്ള സൂക്ഷ്മതലത്തിലുള്ള സത്യം എന്താണ്? ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ കയ്യിലിപ്പോൾ ഒരു മൊബൈൽ ഇരിപ്പുണ്ട്. ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡിവൈസാണ്, ഒരു ഡിവൈസാണ്. ഇത് പൊട്ടിച്ച്, അല്ലെങ്കിൽ ഇത് നശിപ്പിച്ചോ പൊട്ടിച്ചോ മറ്റ് ഉപകരണങ്ങളാക്കി ചിലപ്പോൾ മാറ്റാം. ഇതിൻ്റെ റാ മെറ്റീരിയൽ എടുത്തുകൊണ്ട് വേറെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാം. അങ്ങനെ പലതും ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇത് മൊബൈലല്ല. ഇതിലെ ബാറ്ററി എടുത്ത് മറ്റൊരാവശ്യത്തിന് ഉപയോഗിച്ച് കഴിയുമ്പോൾ മൊബൈലിൻ്റെ ബാറ്ററി അല്ല, മറ്റൊരു ബാറ്ററിയാണ്, മറ്റൊന്നാണ്. അങ്ങനെ ഏതൊരു വസ്തുവിനെയും അപ്പോഴുള്ള സ്വത്വത്തിൽ നിന്ന് മറ്റൊരു സ്വത്വത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ യഥാർത്ഥ സ്വത്വം എന്താണ്? തടി കട്ടിലായിരുന്നു. കട്ടിലിനെ നമ്മൾ വേണമെങ്കിൽ കട്ട് ചെയ്ത് മുറിച്ചൊക്കെ നമുക്ക് മേശയാക്കാം. കട്ടിൽ മേശയാക്കുമ്പോഴും കട്ടിലാകുമ്പോഴും യഥാർത്ഥ സ്വത്വം തടിയാണോ? ഇനി തടിയിനകത്തും വീണ്ടും സ്വത്വങ്ങളുണ്ടോ? അകത്തോട്ട് പോകുമ്പോൾ തടി എന്ന് പറയുന്നത് എന്താണ്? അത് കത്തിക്കുമ്പോൾ അതിലെന്താണ് ഉണ്ടാകുന്നത്? അത് അങ്ങനെ ഓരോ രൂപത്തിലേക്ക് പോകുമ്പോൾ അൾട്ടിമേറ്റായിട്ടുള്ള രൂപം എന്താണ്? ഇത് ഒരു ഭൗതിക വസ്തുവിലും ഇങ്ങനെ അന്വേഷിക്കണം, മനുഷ്യ ജീവിതത്തിലും ഇങ്ങനെ അന്വേഷിക്കണമെന്നുള്ളതാണ്. ഇങ്ങനെ അന്വേഷിക്കാൻ നടക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. താൽക്കാലികമായ ഭാവങ്ങളും അവസ്ഥകളും മാത്രമേ എല്ലാറ്റിനും ഉള്ളൂ. അത് കഴിഞ്ഞാൽ വേറൊരു അവസ്ഥയിലേക്ക് അത് പോകും. അപ്പോൾ ഈ താൽക്കാലിക അവസ്ഥയിൽ നിന്ന് മാത്രമുള്ള യഥാർത്ഥ അവസ്ഥ എന്താണ്? ഇതിൻ്റെ യഥാർത്ഥ രൂപം എന്താണ്? ഇതാണ് അന്വേഷണം. ഈ അന്വേഷണത്തിൽ ആത്മീയതയെ സപ്പോർട്ട് ചെയ്തിരുന്നത് ഒന്നാമത്തത് ആന്തരികമായൊരു ശാന്തി, ആത്മശാന്തി നേടുന്നതിനുള്ള ഒരു മാർഗം. ഇങ്ങനെ ഭൗതികമായ കാര്യങ്ങൾ നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കണം. ആഹാരം, വസ്ത്രം, പാർപ്പിടം, വാഹനങ്ങൾ എല്ലാം ഓരോന്ന് പറയുന്നത്, പദവി, അധികാരം, സമ്പത്ത്, ഇങ്ങനെ മധുരം, എരി, പുളി, എല്ലാ സാധനങ്ങളും നമ്മളെ പിന്നെ കാണുന്നത്, കേൾക്കുന്നത്, പാട്ട്, ഗാനം, സംഗീതം, നൃത്തം, സകലതും നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ വഴി ഇങ്ങനെ വന്ന് മറിയുകയാണ്. കോടാനുകോടി കാര്യങ്ങളാണ് ഓരോ നിമിഷവും നമ്മുടെ തലച്ചോറിലേക്ക് കടന്ന് മറിയുന്നത്. ഈ സമയത്ത് നമുക്ക് ആന്തരികമായ ശാന്തി എങ്ങനെ കണ്ടെത്താം? മനസ്സിനെ എങ്ങനെ അവിടെ പിടിച്ചു നിർത്താം? നൈതികമായൊരു ജീവിതം എങ്ങനെ നയിക്കാം? സത്യസന്ധത, കാരുണ്യം, കരുണ, ക്ഷമ, സഹവർത്തിത്വം, സഹാനുഭൂതി, അഹിംസ, ഇങ്ങനെ വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു ധാർമ്മികമായ ജീവിതം എങ്ങനെ നയിക്കാം? ദൈവത്തോടുള്ള പരമമായ സത്യവും അടുപ്പവും എങ്ങനെ കൊണ്ടുവരാം? സ്വയം ഒരു സ്വഭാവത്തിലും അനുഭവത്തിലും ഒരു തിരിച്ചറിവ് എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും? മതം സാധാരണയായി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കുറേ ജീവിതക്രമവുമാണ് പറയുന്നത്. ആത്മീയത അങ്ങനെ പറയുന്നില്ല. അത് വ്യക്തിപരമായ നമ്മുടെ ഉള്ളിലെ ആന്തരിക ചോദനയുടെയും വ്യക്തിപരമായ അന്വേഷണത്തിൻ്റെയും കഥയാണ്. അത് പറയുമ്പോൾ ആത്മീയതയുടെ വിവിധ വശങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതായത് ഓരോ വിഷയവും നമ്മൾ ആന്തരിക അർത്ഥത്തിലേക്ക് പോകുമ്പോൾ, സൂക്ഷ്മതലത്തിലേക്ക് പോകുമ്പോൾ, നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ആരാണ്, ഞാൻ എൻ്റെ ശരീരമാണോ, മനസ്സാണോ, ജീവനാണോ, ഇങ്ങനെയുള്ള ഒരു അന്വേഷണം. എൻ്റെ ഉള്ളിലെ ശക്തി എന്താണ്?
എൻ്റെ ദൗർബല്യങ്ങൾ എന്താണ്? ആശങ്ക, എന്തൊക്കെ ആശങ്കയാണ് എനിക്കുള്ളത്? ഭയം എങ്ങനെയാണ് എന്നെ കീഴ്പ്പെടുത്തുന്നത്? ഇത് അതിജീവിക്കുന്നത് എങ്ങനെ? ആശങ്കകളെ അതിജീവിക്കുന്നത് എങ്ങനെ? ഭയത്തെ അതിജീവിക്കുന്നത് എങ്ങനെ? അവിടെയാണ് ധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ വരുന്ന ഒരു മാനസികമായ സമത്വം കൊണ്ടുവരാൻ, ഒരു സമഭാവന കൊണ്ടുവരാനുള്ള ചോദനകൾ. നൈതികമായ വശം ഞാൻ പറഞ്ഞു. ക്ഷമയും കരുണയും കാരുണ്യവും ധാർമ്മിക മൂല്യങ്ങളും നല്ല ജീവിതശൈലിയൊക്കെ രൂപപ്പെടുത്തുന്ന നൈതികമായ വശങ്ങൾ പറഞ്ഞു. മോറൽ ഓർ എത്തിക്കൽ വാല്യൂസ് അല്ലെങ്കിൽ ഡയമെൻഷൻ പറഞ്ഞു നമ്മൾ. സാമൂഹ്യ വശമുണ്ട്, ഇതിനകത്തൊരു സോഷ്യൽ സൈഡുണ്ട്. സഹജീവികളോടുള്ള, പരജീവികളോടുള്ള സ്നേഹം, അവരോടുള്ള കാരുണ്യം, കരുണ, സഹജീവികളെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കൽ, രോഗമുള്ള ഒരാളെ കണ്ടാൽ, ഭിന്നശേഷിക്കാരെ കണ്ടാൽ, കുട്ടികളെ കണ്ടാൽ, സ്ത്രീകളെ കണ്ടാൽ, മുതിർന്നവരെ കണ്ടാൽ, ചെറിയ ആൾ ആരെ കണ്ടാലും അവർക്ക് എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒരു പരിഗണനയോ ഒരു കരുതലോ കരുണയോ ആവശ്യമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ളൊരു മനസ്സ്. അത് ചെറിയ കാര്യമല്ല. സഹാനുഭൂതി, സഹവർത്തിത്വം, സഹതാപം, സ്നേഹം, സഹകരണം, അതുപോലെ തന്നെ സമൂഹത്തിന് വേണ്ടി നിഷ്കാമമായി പ്രവർത്തിക്കാൻ. എത്രയോ ആളുകൾ കിട്ടുന്ന വരുമാനത്തിൻ്റെ എത്രയോ ഇരട്ടി പ്രവർത്തിക്കുന്നുണ്ട്. ശമ്പളത്തിൻ്റെ എത്രയോ ഇരട്ടി കൂടുതൽ ജോലി ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. ശമ്പളം മീൻസ് വരുമാനം അല്ലെങ്കിൽ കിട്ടുന്നതിൻ്റെ. അപ്പം അങ്ങനെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കൽ. ഒരുപാട് പേര് വോളണ്ടറി ആയിട്ടും പ്രവർത്തിക്കുന്നു, സന്നദ്ധ പ്രവർത്തനവും നടത്തുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ട്രാൻസ്ജെൻഡൽ ഡയമെൻഷനുണ്ട്. അതായത് ഒരു താതാത്മ്യം പ്രാപിക്കലോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു പരിവർത്തനത്തിൻ്റെ ഒരു ഡയമെൻഷനും കൂടെ ഉണ്ട്. ദൈവത്തെ അല്ലെങ്കിൽ ഒരു പരമമായ ശക്തിയെ അനുഭവിക്കുക എന്നൊരു കാര്യമുണ്ട് ആത്മീയതയിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉപവാസം, പ്രാർത്ഥന, ആരാധനയൊക്കെ വരുന്നത്. അങ്ങനെയാണ് ജീവിതത്തിൻ്റെയും സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിൻ്റെയും ഒക്കെ ആഴത്തിലുള്ള അർത്ഥം എന്താണ്? അതും ആത്മീയതയുടെ ഒരു വിഷയമാണ്. എക്കോളജിക്കൽ ഡയമെൻഷനുണ്ട് ആത്മീയതയ്ക്ക്. അത് വളരെ വലുതാണ്. നാച്ചുറുമായിട്ടുള്ള നിരന്തര സമ്പർക്കവും നാച്ചുറുമായിട്ടുള്ള ബന്ധവും എന്താണ്? പ്രകൃതി എന്തിനാണ് ആദരിക്കുന്നത്, റെസ്പെക്റ്റ് ചെയ്യുന്നത്, ബഹുമാനിക്കുന്നത്? നമ്മുടെ സൃഷ്ടിയോട് തന്നെ, ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ വസ്തുക്കളോടുള്ള സൃഷ്ടിയോട് തന്നെയുള്ള ബഹുമാനം എന്തിനാണ്? പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ആത്മീയമായ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ എങ്ങനെ കണ്ടെത്തും? എല്ലാ മേഖലകളെയും ഇതിങ്ങനെ ബാധിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും. ഞാനീ പറഞ്ഞ പോലെ അത് ഭൗതികമായ ജീവിതത്തിനപ്പുറമുള്ള വിവിധ തലങ്ങൾ. നമ്മളിപ്പോൾ പറഞ്ഞു, ഒരു സ്പിരിച്വൽ ഡയമെൻഷൻ പറഞ്ഞു, ഒരു എക്കോളജിക്കൽ ഡയമെൻഷൻ പറഞ്ഞു, ഒരു സോഷ്യൽ ഡയമെൻഷൻ പറഞ്ഞു, ഒരു കൾച്ചറൽ ഡയമെൻഷൻ ഉണ്ട് ഇതിനകത്ത്, ഒരു സാംസ്കാരികമായ ഒരു വീക്ഷണകോണുണ്ട് അതിനകത്ത്, ഒരു ഡയമെൻഷനുണ്ട്, ഒരു തലമുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യതലം നമ്മൾ പറഞ്ഞതാണ്. നൈതിക തലം, അത് വളരെ പ്രധാനമാണ്. നൈതികത അല്ലെങ്കിൽ ഒരു മോറൽ, ഒരു എത്തിക്കൽ വാല്യൂസിനെ സംബന്ധിക്കുന്ന ചില ഘടകങ്ങൾ, അത് പാലിക്കണം എന്നുള്ള ചില ചിന്തകൾ, ഇതും ആത്മീയതയുടെ വേറിട്ട ഘടകങ്ങൾ തന്നെയാണ്. ഇതും ആവശ്യമുണ്ടോ മനുഷ്യന്? അല്ലെങ്കിൽ എങ്ങനെ നേടാം? അവനവൻ്റെ ശരീരത്തിലെ ഊർജത്തെയും ഈ പ്രപഞ്ചത്തിലെ ഊർജ്ജത്തെയും, പ്രപഞ്ചത്തിലെ ഊർജ്ജം എന്ന് പറയുമ്പോൾ സൂര്യൻ, വായു, വെള്ളം, മണ്ണ്, ഇങ്ങനെ പോഷകാഹാരം, പ്രപഞ്ചത്തിന് ഒരുപാട് ഊർജ്ജ ഘടകങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഊർജ്ജ ഘടകങ്ങളെയും മനസ്സിൻ്റെ ഊർജ്ജ ഘടകങ്ങളെയും പ്രചോദിപ്പിച്ചുകൊണ്ട്, സമന്വയിപ്പിച്ചുകൊണ്ട്, സമരസപ്പെടുത്തിക്കൊണ്ട് മനുഷ്യ ശരീരത്തിൻ്റെ ഊർജ്ജം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതും ഇതിൻ്റെ ഒരു അന്വേഷണ വിഷയമാണ്. ആത്യന്തികമായി വളർത്തിയെടുക്കേണ്ടത് മനുഷ്യ ശരീരവും മനസ്സുമൊക്കെ തന്നെയാണ്. അതിനെങ്ങനെയാണ് പ്രപഞ്ചത്തിൻ്റെ
ഉൾപ്പിരിവുകളെ നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ കൃത്യമായി നമുക്ക് വിവിധ തലത്തിലുള്ള മനുഷ്യൻ്റെ ചിന്തകൾക്ക് വേണ്ടി ചിന്താ പദ്ധതിയിൽ നമ്മളിത് കയറ്റിവിടാറുണ്ട്. വിവിധ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലെ ആത്മാവിനെ അല്ലെങ്കിൽ ഉള്ളിലെ ജീവനെ പ്രപഞ്ചത്തിൻ്റെ സത്യങ്ങളുമായി സമരസപ്പെടുത്തി പ്രപഞ്ചത്തിലെ ഘടകങ്ങളുമായി സമന്വയിപ്പിച്ച് വേറൊരു തലത്തിലേക്ക് നമ്മൾ ഉയരുന്നത് എങ്ങനെ? ഉണ്ണാനും ഉറങ്ങാനും ഉടുക്കാനും ഒക്കെ ഉള്ള പ്രവർത്തികൾ ചെയ്യുന്നതിനപ്പുറം വ്യക്തിപരമായിട്ടുള്ള ഒരു ഡയമെൻഷനിൽ എങ്ങനെ നമുക്ക് മനുഷ്യന് മാറി ചിന്തിക്കാം, സ്വയം ഒരു തിരിച്ചറിവ് എങ്ങനെ കൊണ്ടുവരാം. ഈ തിരിച്ചറിവ് കൊണ്ടുവരുമ്പോൾ തന്നെ ഒരു ഇൻഡിവിജ്വൽ ഡയമെൻഷൻ എന്ന് പറയും, വ്യക്തിപരമായ പേഴ്സണൽ ഡയമെൻഷനാണത്. അത് പറയുമ്പോൾ തന്നെ സൈക്കോളജിക്കൽ ഡയമെൻഷൻ, ഒരു മാനസിക വശവും എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മനസ്സിൻ്റെ സമാധാനത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടി വരും. വിവിധ വികാരങ്ങളെക്കുറിച്ച്, കോപം, ഭയം, അസൂയ, അഹങ്കാരം, അഹംഭാവം, ഇങ്ങനെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരും. ശ്വാസഘടനയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. വ്യായാമ രീതികളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. നൈതിക കാഴ്ചപ്പാടുകളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. ആത്മീയമായ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യൻ്റെ ചിന്താമണ്ഡലത്തിൽ അല്ലെങ്കിൽ ഭൗതിക തലത്തിൽ അല്ലെങ്കിൽ ബോധമണ്ഡലത്തിൽ പുതിയ പുതിയ അറിവുകൾ ലഭ്യമാക്കുന്നതിനും നല്ല ക്ലാരിറ്റി വരുന്നതിനും എങ്ങനെയാണ് ആത്മീയതയെ പ്രയോജനപ്പെടുത്തുക? ഇതാണ് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മളെല്ലാവരും ആത്മീയത എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ദൈവം, ഉടനെ ആരാധനയായി, പ്രാർത്ഥനയായി, പൂജയായി അങ്ങനെ പോകും. അതല്ല അതിൻ്റെ തലം. അമ്പലവും വിഗ്രഹവും ആരാധനയും പ്രാർത്ഥനയും ഒക്കെ അതിൻ്റെ പ്രാഥമിക തലമാണ്. നമ്മൾ LKG പഠിക്കുന്ന പോലെ അവിടെ ചെന്ന് കാര്യങ്ങൾ പറയുന്നു, വിഷമങ്ങൾ പറയുന്നു, സങ്കടം പറയുന്നു, സന്തോഷം പറയുന്നു, എന്തെങ്കിലും കിട്ടുന്നു, വാങ്ങുന്നു, കൊടുക്കുന്നു. അതൊരു സംവേദന ഇടമാണ്. പക്ഷെ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോവുകയും ആ ചിന്തകൾക്കനുസൃതമായി നമ്മളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുകയും, ഇത് പറയാൻ കുറച്ച് എളുപ്പവും ചെറിയ പ്രായം മുതൽ ചെയ്തില്ലെങ്കിൽ കുറച്ച് പ്രയാസവുമാണ്. കാരണം നമ്മളൊരു 13 വയസ്സ് വരെ കുട്ടികൾ, ഒരു 13 വയസ്സ് വരെയാണ് ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളിലും അക്കസ്റ്റമഡ് ആവുന്നത്, എന്ന് പറഞ്ഞാൽ ഒരു താതാത്മ്യം പ്രാപിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ പലതും ഉറയ്ക്കും, നേരത്തെ കിട്ടിയത് പലതും ഉറയ്ക്കും. പിന്നെ പുതിയത് അടിസ്ഥാനപരമായി കിട്ടിയതെല്ലാം അവിടെ കാണും. ഇപ്പോൾ സ്വഭാവ രൂപീകരണമൊക്കെ അങ്ങ് നടന്നു കഴിഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിലെ ഇതിനെ സംബന്ധിക്കുന്ന ഗൗരവമായ ചിന്തകൾ കുഞ്ഞുങ്ങൾ അറിയേണ്ടതുണ്ട്. അത് കേവല പ്രാർത്ഥനയോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നതോ ആരാധനക്രമത്തിൽ കൂടുന്നതോ നാമജപം ചൊല്ലുന്നതോ ഒന്നും മാത്രമല്ല. അത് വേണ്ടെന്നല്ല, അത് വേറൊരു തലമാണ്. അപ്പോൾ കുട്ടികളായാലും ഇതുപോലത്തെ കാര്യങ്ങൾ പഠിക്കുകയും ഓരോ ലെവലിലും, ഇപ്പോൾ മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ ബൈബിൾ പഠിക്കുന്ന പോലെ ഓരോ ലെവലിലും ഇത് ഹിന്ദു മതത്തിൽ പഠിച്ച് അടുത്ത ലെവലിലേക്ക് കയറുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അവിടെ ഓരോ ലെവലിലും കുട്ടികളെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ അഡോളസൻസ്, അത് കഴിഞ്ഞാൽ യൗവനം, പിന്നെ അങ്ങനെ മുതിർന്നു അങ്ങനെ പോകുന്ന ഒരു പ്രായമുണ്ടല്ലോ, പിന്നെ വാർദ്ധക്യം വരെ പോകുന്ന ഒരു കാലഘട്ടമുണ്ട് കിഡ്സ് മുതൽ. അപ്പോൾ കിഡ്സ് ആയിരിക്കുമ്പോൾ ഇതിനകത്ത് വല്ല കഥകളൊക്കെ വായിക്കുക, അത്രയൊക്കെ പറ്റത്തുള്ളൂ. പക്ഷേ കുറച്ചുകൂടെ മുതിർന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഓരോ തലവും പഠിക്കാൻ പറ്റും. അത് മനസ്സിലാക്കി നമ്മൾ ഒന്ന് മെച്യൂറാകുമ്പോൾ നമുക്കൊരു മെൻ്റൽ മെച്യൂരിറ്റി കൂടെ ആവശ്യമുണ്ട്. മെൻ്റൽ മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഒരു മോറൽ മെച്യൂരിറ്റി ആവശ്യമുണ്ട്, ഒരു എത്തിക്കൽ മെച്യൂരിറ്റി ആവശ്യമുണ്ട്, ഒരു സോഷ്യൽ മെച്യൂരിറ്റി ആവശ്യമുണ്ട്, ഒരു എൻവയോൺമെൻറ്റൽ മെച്യൂരിറ്റി ആവശ്യമുണ്ട്. ഈ ഭൂമിയിലെ സകല ഇതും നശിപ്പിക്കാനും
എനിക്കും എൻ്റെ തലമുറയ്ക്കും തിന്നു മുടിക്കാനുമല്ല ഈ പ്രപഞ്ചം. അത് തലമുറകൾ കൊണ്ട് വന്നതാണ്, തലമുറകൾ കഴിഞ്ഞാലും ഇവിടെ ഉണ്ടാവും. തലമുറകൾ ഇവിടെ ഉണ്ടാകത്തോളം ഈ പ്രപഞ്ചത്തിലെ പല ഘടകങ്ങളും ഇവിടെ ഉണ്ടാവുകയും വേണം. ഇതാണ് അതിൻ്റെ ഒരു സ്പിരിച്വൽ തിങ്കിങ്. അപ്പോൾ എനിക്ക് എത്ര എടുക്കാം, നമുക്ക് എത്ര എടുക്കാം, സമൂഹത്തിന് എത്ര എടുക്കാം, എടുക്കുമ്പോൾ ഏത് രീതിയിൽ എടുക്കണം, എങ്ങനെ എടുക്കണം, എത്ര എടുക്കാം, എപ്പോഴെടുക്കണം, എന്തെടുത്തുകൂടാ എടുക്കാം, എന്നിങ്ങനെ വലിയ ചോദ്യങ്ങളാണ്. മുച്ചൂട് മുടിക്കത്ത രീതിയിൽ എന്തെടുക്കാം, എടുത്തുകൂടാ. ചിലപ്പോൾ ഒരു മലയുണ്ട്, മലയെ ഇടിച്ചുകൂടാ. ഇനി വേറൊരു മലയുണ്ട്, അത് എത്ര എടുക്കാം, പക്ഷേ എത്ര എടുക്കാം. ഇനി എത്ര എടുക്കാമെന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കാം, എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞാൽ എപ്പോൾ എടുക്കാം. ഞാനൊരു കുഞ്ഞു കാര്യം പറഞ്ഞാൽ, എപ്പോഴെടുക്കാം, എങ്ങനെ എടുക്കാം, എത്ര മാത്രം എടുക്കാം. സമ്പൂർണ്ണമായിട്ട് എടുക്കാവോ, കുറച്ച് എടുക്കാവോ. അപ്പോൾ എടുക്കുന്ന രീതി പ്രധാനമാണ്, എത്ര എടുക്കാമെന്നുള്ളത് പ്രധാനമാണ്. ഇതെല്ലാം വളരെ 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 പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്പിരിച്വൽ തോട്ട്സ് അല്ലെങ്കിൽ ആത്മീയമായ ചിന്തകളെന്ന് പറയുന്നത് ഈ പറയുന്ന പ്രപഞ്ചവുമായും പ്രകൃതിയുമായും പ്രകൃതി ഘടകങ്ങളുമായും മനുഷ്യരുമായും ബന്ധപ്പെടുന്ന ഒരു ബാലൻസിങ്ങിലുള്ള അല്ലെങ്കിൽ ഒരു സമതുലിതമായ സമഭാവനയിലൂതിയ ചിന്തയിൽ നിന്ന് വേണം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ വസ്തുക്കളും ഓരോ ഘടകങ്ങളും എത്രമാത്രം ആകാം, എത്രമാത്രം എടുക്കാം, എത്ര ആയിക്കൂടാ, എപ്പോഴാകാം, എങ്ങനെയാകാം, ഏത് തലത്തിലേക്കാകാം എന്നുള്ളതിൻ്റെ ചിന്തകൾ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ വ്യക്തി, കുടുംബം, സമൂഹം, രാജ്യം, ഇങ്ങനെ ലോകം, ഇങ്ങനെ പോകുന്ന ഒരു ഹൈറാർക്കിയൽ ഘടന കൂടി അല്ലെങ്കിൽ ഒരു സിസ്റ്റം കൂടി ഡെവലപ്പ് ചെയ്യുന്നതിന് സ്പിരിച്വാലിറ്റിക്ക് വലിയ പങ്കുണ്ട്. ആ നിലയിൽ വേണം ഇത് നമ്മളെ മനസ്സിലാക്കാൻ.